കോഴിക്കോട് കൊടിയത്തൂരിൽ ക്വാറികൾക്ക് വിലക്കേർപ്പെടുത്താൻ തീരുമാനം. ക്വാറിയിലേക്കുള്ള മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണവും നിർത്തിവച്ചു. വിഷയം പഠിക്കാൻ വിദഗ്ധ സമിതിയും നിയോഗിച്ചു. ക്വാറി ഉടമകളും സമരസമിതിയും പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. അവരോട് കൊടുക്കാൻ പോകുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എടുത്ത് ഒഴിവാക്കുക. അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ബ്ലോക്കായി കാണുന്ന ഭാഗങ്ങളെല്ലാം അവരുടെ നിർദ്ദേശപ്രകാരം അത് ഒഴിവാക്കി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും വിഷയങ്ങൾ ആ ഭാഗത്ത് ഉണ്ട് എങ്കിൽ സമിതിയുടെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. അതിനുശേഷം മാത്രമേ ക്വാറി തുടർന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശവും ഇന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഡിമാൻഡുകൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടാണ് യോഗം പിരിഞ്ഞിട്ടുള്ളത്. രണ്ട് ക്വാറികളും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതുവരെ രണ്ട് ക്വാറികളും നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് പ്രവർത്തനം ഇനി തുടർന്ന് നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കി തരണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചിനോ, ജനങ്ങൾക്ക് എന്തിൽ ഭീതി ഉണ്ടായിരുന്നോ അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുള്ളൊരു തീരുമാനമാണ് ഇന്ന് നടപ്പിലായിട്ടുള്ളത്. ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതി പരിശോധിച്ച് അവർ ആവശ്യമായ എല്ലാ തിരുത്തലുകളും വരുത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പഞ്ചായത്തിനെയും വില്ലേജ് അധികാരികളെയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് പൂർണ്ണമായിട്ട് നടപ്പാക്കും എന്നുള്ളത് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി റഫീഖ് തോട്ടുമുഖം ചേരുന്നു. റഫീഖ്, കേരള വിഷൻ നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? നടപടി എന്തുണ്ടാവും? ഫിജി, തീർച്ചയായും കേരള വിഷന്റെ വാർത്തയെ തുടർന്നാണ് ഒരു അടിയന്തര യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുകയും, അതായത് റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ ക്വാറി അധികൃതർ തുടങ്ങിയവരുടെ ഒരു അടിയന്തര മീറ്റിംഗ് ഇന്ന് വിളിച്ചു ചേർക്കുകയും ആ മീറ്റിംഗിലാണ് ഇന്ന് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് തീരുമാനങ്ങളിൽ പ്രഥമ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ആ മണ്ണ് നീക്കുന്നത് വരെ ഇനി അവിടെ ഒരു ക്വാറി പ്രവർത്തിക്കാൻ പാടില്ലെന്നും പുതുതായിട്ട് മണ്ണെടുക്കാനോ അതുപോലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിനു പുറമെ കുടിവെള്ള സ്രോതസ്സുകൾ മുടങ്ങിക്കിടക്കുന്ന ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കാൻ ഉള്ള തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉന്നയിച്ചിട്ടുള്ളത് അത്തരം ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഷിജി, എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നു സമരസമിതി മുന്നോട്ട് വെച്ചിരുന്നത്? സമരസമിതി മുന്നോട്ട് വെച്ചിരുന്ന തീരുമാനങ്ങൾ മണ്ണ്, ഈ ജനങ്ങളുടെ ആശങ്ക എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക, അതുപോലെ ഇനി അവിടെ ഒരു പുതിയൊരു റോഡ് ഉണ്ടാക്കരുത്, അതുപോലെ ഈ ക്വാറിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിക്കുക എന്നൊക്കെയായിരുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളും ഏതാണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ട് ക്വാറികൾ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിദഗ്ധ സമിതിനെ പഞ്ചായത്ത് ഇതാക്കിയിട്ടുണ്ട്. അതായത് അതില് ഈ ക്വാറിയുടെ ഉടമകൾ പറയുന്ന 2 പേര്, അതുപോലെ ഈ സമരസമിതിയുടെ 2 പേര്, അങ്ങനെ ഈ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയവർ ചേർന്നുള്ള ഒരു വിദഗ്ധ സമിതി. ഈ സമിതി നാളെ സ്ഥലത്ത് പരിശോധന നടത്തി അവിടെയുള്ള ഭീകരാവസ്ഥകളൊക്കെ കണ്ടതിന് ശേഷം എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ക്വാറി ഉടമകളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ഇന്ന് ചെറിയൊരു നേരിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുന്ന, അത് അവരുടെ പ്രഷർ മൂലമാണോ എന്നറിയില്ല, എന്തായാലും ഇന്ന് അവർ എത്രയും പെട്ടെന്ന് മണ്ണ് മാറ്റാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും നാളത്തെ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. ഈ മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണം എത്രമാത്രം ദോഷം ചെയ്യും എന്നാണ് കരുതുന്നത്? പ്രത്യേകിച്ച് ആ പ്രദേശത്ത് വീടുകളും മറ്റും ഉള്ളതാണോ? ഈ മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണത്തിൽ എന്തായിരുന്നു പ്രശ്നം? അപാകതയുള്ളത് എന്തായിരുന്നു? നിലവിൽ 100-ലധികം കുടുംബങ്ങളാണ് ഈ 2 ക്വാറിക്ക് താഴെ ഭാഗത്തായിട്ട് നിൽക്കുന്നത്. അതായത് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡിലെ മുകൾ വശത്താണ് ഈ ക്വാറികൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പുതുതായിട്ട് 2 ക്വാറികളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് റോഡ് വെട്ടുന്നതിന്റെ മണ്ണുകളെല്ലാം
കൂട്ടിയിട്ട് വലിയൊരു കൂമ്പാരമായിട്ട് വലിയൊരു മല തന്നെ തുരന്നിട്ടാണ് ഈ റോഡ് വെട്ടിയിരുന്നത്. അതിന്റെ മണ്ണെല്ലാം ഒരു സ്ഥലത്ത് ഡംപ് ചെയ്തിട്ട് അതായത് ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും താഴോട്ട് വരുന്ന രീതിയിലുള്ള അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇത് ജനങ്ങളുടെയും ഈ അധികാരികളുടെയും കണ്ണിൽ നമ്മൾ കേരള വിഷൻ ന്യൂസ് അത് എത്തിച്ചതിനെ തുടർന്നാണ് ഇന്ന് അടിയന്തര യോഗയും ഈ പഞ്ചായത്തിൽ വിളിക്കുകയും അതിനെതിരെ നടപടി ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി റഫീഖ്, എന്തായാലും കോഴിക്കോട് കൊടിയത്തൂരിൽ ക്വാറികൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നു. ക്വാറിയിലേക്കുള്ള മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണവും നിർത്തിവെപ്പിച്ചു. സമരസമിതി ചെയർമാൻ ശ്രീ ബഷീർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ബഷീർ, ഇന്നത്തെ തീരുമാനങ്ങൾ എങ്ങനെയാണ്? ക്വാറികൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനമുണ്ട്, ഒപ്പം മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണം നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായും അംഗീകരിച്ചോ? സമരസമിതി നാട്ടുകാർ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അവിടെ വിദഗ്ധ സമിതിയെ പഞ്ചായത്തിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി നാളെ സ്ഥലം സന്ദർശിച്ച് ആ മണ്ണ് പൂർണ്ണമായും മാറ്റുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അങ്ങനെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷമേ ഇനി പ്രവർത്തിക്കാവൂ എന്നുള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. അവർ വെട്ടി എന്ന് പറയുന്ന റോഡിൽ ഒരു പ്രവൃത്തി നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ എന്തായിരിക്കും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? എന്താണ്? ആ ക്വാറിയുടെ മുകൾ ഭാഗത്തും മറ്റു പല ഭാഗത്തും വലിയ തോതില് മൺകൂനകൾ കൂട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 മീറ്റർ 5 മീറ്റർ ആഴത്തിൽ മണ്ണെടുത്താൽ മാത്രമേ ആ പ്രദേശങ്ങളിൽ പാറ വെളിവാകുകയുള്ളൂ. അത്ര മണ്ണെടുത്ത ആ മണ്ണ് പൂർണ്ണമായിട്ടും മറ്റു പ്രദേശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ മണ്ണ് പൂർണ്ണമായിട്ടും അവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക. അതുപോലെ തന്നെ റോഡിനും മറ്റാവശ്യങ്ങൾക്കും സൈഡ് കെട്ട് പോലും ഇല്ലാതെയാണ് മണ്ണ് നീക്കിയിട്ടിരിക്കുന്നത്. അത്തരം റോഡ് പ്രവൃത്തികളെല്ലാം പഴയ റോഡാണെങ്കിലും ആ റോഡുകളൊക്കെ സൈഡ് കെട്ടി കൃത്യമായിട്ടുള്ള റോഡുകൾ നിർമ്മിച്ചതിന് ശേഷം പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ക്വാറി ഉടമകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നു? അവർക്ക് ഇത് നിയമവിരുദ്ധമാണ്, അനധികൃതമാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് തന്നെ ക്വാറി പ്രവർത്തിക്കണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ ആവശ്യം സമരസമിതി ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ എതിർപ്പ് ഉന്നയിച്ചിരുന്നോ? അവര് ഞങ്ങളും പഞ്ചായത്ത് അധികൃതരും 2 വട്ടം വേറെ ഇരുന്ന് മാത്രമാണ് ചർച്ച നടത്തിയത്. അതിനുശേഷം ഒരു തീരുമാനത്തിലെത്തിയാണ് ഒരുമിച്ച് ഈ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തത്. നന്ദി ശ്രീ ബഷീർ. എന്തായാലും കൂടുതൽ തീരുമാനങ്ങൾ, നടപടികൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. തുടർ തീരുമാനങ്ങൾ ചർച്ചയിലൂടെ ഉണ്ടാകും, പരിഹാരമുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. റഫീഖ് തോട്ടുമുഖമാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്.